മക്കളെ, സാർ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയും. ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മക്കളൊന്ന് ആൻസർ ചെയ്തേക്കണം. അത്രയ്ക്കും ഈസി ക്വസ്റ്റ്യനാണ്. സി, ഇൻ ദി ഫിഗർ റേഡിയസ് ഒ എ ഈസ് പെർപെൻഡിക്കുലർ ടു റേഡിയസ് ഒ ബി. ചിത്രത്തിൽ ആരം ഒ എ, ആരം ഒ ബി, ഒ ബിക്ക് ലംബമാണ്. പിക്ചർ നോക്കാം. ഒ എ, ഒ ബി ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദി സർക്കിൾ 10 സെൻറ്റിമീറ്റർ. നമുക്ക് റേഡിയസ് ഒ എയും ഒ ബിയും 10 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വൃത്തത്തിൻ്റെ ആരം 10 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദി മെഷർ ഓഫ് ആംഗിൾ എ സി ബി? അതായത് എ സി ബിയുടെ അളവ് എന്താണ്? ഈ ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. കാരണം ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. ഒ എ പെർപെൻഡിക്കുലർ ടു ഒ ബി എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. കാരണം പെർപെൻഡിക്കുലർ ആണ്, രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണ്. നമുക്കറിയാം ഈ എ ബി എന്ന് പറയുന്ന ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഓപ്പോസിറ്റ് ആംഗിൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ആംഗിൾ 90 ആണെങ്കിൽ തീർച്ചയായിട്ടും 90യുടെ പകുതി 45 ആയിരിക്കും ആംഗിൾ സി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. വാട്ട് ഈസ് ദ ലെന്ത് എ ബി? എ ബിയുടെ നീളം എന്താണ്? എ ബി ആണ്. എ ബിയുടെ നീളം എന്താണ്? മക്കളൊന്ന് പറഞ്ഞേ. അതിന് മുമ്പ് സാറ് വേറൊരു ട്രിക്ക് പറഞ്ഞു തരാം. നമ്മളൊരു ഐസോസലസ് റൈറ്റ് ട്രയാങ്കിൾ മക്കൾ എഴുതി വെക്കണം. എ ബി സി എന്ന് പറയുന്നത് ഒരു ഐസോസലസ് റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് കരുതുക. ഐസോസലസ് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം ഐസോസലസ് എന്ന് പറയുമ്പം രണ്ട് സൈഡ് തുല്യമായിരിക്കും. നമുക്ക് ഈ സൈഡിന് എ എന്ന് കൊടുക്കുക. ഈ സൈഡ് ഈക്വൽ സൈഡിന് എ എന്ന് കൊടുത്താൽ ഈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് നമുക്ക് A√2 ആയിരിക്കും. ഇത് മക്കൾ എഴുതി വെക്കണം. ഒരു ഐസോസലസ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് A√2 ആയിരിക്കും. അല്ലെങ്കിൽ ഹൈപ്പോട്ട്ന്യൂസ് ഓഫ് ആൻ ഐസോസലസ് ട്രയാങ്കിൾ ഈസ് A√2. ഇത് ഓർത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ OA = OB = 10. നമ്മൾ അവർ ചോദിച്ചിരിക്കുന്നത് എ ബിയുടെ നീളമാണ്. അപ്പം A√2 അതായത് 10√2. ഇനിയിപ്പോൾ ഇതല്ല നമ്മൾ ഇക്വേഷൻ ഇല്ലാതെ എഴുതുവാണെങ്കിലോ? നമുക്കറിയാം AB² = OA² + OB². അതായത് AB² = OA² എന്ന് പറയുമ്പോൾ 10² + 10². ഇത് നമ്മൾ നേരെ 100 + 100 എന്ന് എഴുതാൻ പോകരുത്, അത് കൺഫ്യൂഷൻ ആക്കും. നമ്മൾ 10² + 10² എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് 10² എന്ന് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ആപ്പിൾ പ്ലസ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ A + A എന്ന് പറഞ്ഞാൽ 2A ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് 10² + 10² എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം 10² വന്നു. അപ്പോൾ 2 ടൈംസ് ഓഫ് 10² വന്നു. അപ്പോൾ എ ബി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ റൂട്ടായിട്ട് വരികയല്ലേ? 10² സ്ക്വയർ റൂട്ട് 10 വരും, 2ൻ്റെ സ്ക്വയർ റൂട്ട് √2 വരും. അപ്പോൾ 10√2 എന്ന് കിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട, ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഒരു ഐസോസലസ് റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് A√2. A ഈസ് ദി സൈഡ് ഓഫ് ദി ഐസോസലസ് ട്രയാങ്കിൾ. സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അതുപോലെ തന്നെ സാറിന് കമൻസൊക്കെ അയക്കണം. മക്കളുടെ അഭിപ്രായങ്ങളൊക്കെ സാറിനെ എഴുതി അറിയിക്കണം.